അങ്ങനെ റിസോർട്ടിൽ കയറി നമ്മളെ വരവേൽക്കാൻ കുറെ പേരൊക്കെ ഇരിപ്പുണ്ട്. കുറെ പേര് വീഡിയോസ് എടുക്കാൻ ഇരിപ്പുണ്ട്. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ അതേ ബാൽക്കണിക്കൊക്കെ പ്രവേശിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ സൈൻ ബോർഡൊക്കെ എല്ലാവിടെയും ഉണ്ട്. അങ്ങനെ 5 മണി മുതൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പം നമ്മൾ അവിടേക്ക് എത്തിച്ചേരുന്നത് ഇതേപോലത്തെ വലിയ ഒരു ജീപ്പിലാണ്. ഏട്ടയുടെ കാല് ഫ്രാക്ചർ ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു പെയിനുള്ള കാരണം ആള് പിൻവാങ്ങി. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. പോന്ത് നല്ല സ്പീഡിൽ ഇവിടുന്ന് പോയേ. തിരിച്ചവര് വലിച്ചു കൊണ്ടുവരാ. ഇത് വെറുതെ ഷോയ്ക്ക് പെടൽ ചെയ്യണതാ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത് ഇതേപോലത്തെ ജീപ്പില്. കർത്താവേ ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കയറിയിരിക്കണേ. വീഡിയോ ഒന്നും അതിൻ്റെ ഉള്ളിൽ വെച്ച് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് ക്യാമ്പ് ഫയർ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരുന്നേ. പക്ഷെ എന്താ പറയാ, ഞങ്ങളെല്ലാവരും അതിന് ചുറ്റേ കസാരയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാതെ ഡാൻസോ പാട്ടോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ വക കുറച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പറക്കാട്ടിൽ നിന്ന് തിരിച്ച് പോരുകയാണ്.